പരസ്പരം സ്നേഹിച്ച് മത്സരിക്കുകയാണ് ദുബായിൽ പ്രവാസിയായ അഷ്റഫും ജോയ് ചേട്ടനും. കുട്ടിക്കാലത്ത് വാപ്പയുടെ മരണത്തിന് മുന്നിൽ അഷ്റഫ് പതറി നിൽക്കുമ്പോൾ കൈനിറയെ പണവുമായി കുടുംബത്തെ സഹായിക്കാനെത്തി ജോയ് ചേട്ടൻ. വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന് കോടികൾ വിലയുള്ള വാഹനം അപ്രതീക്ഷിത സമ്മാനം നൽകിയ അഷ്റഫ് മലയാളികളുടെ പരസ്പര സ്നേഹത്തിന് പുതിയ മാതൃക തീർക്കുകയാണ് തൃശൂർ സ്വദേശികളായ ഈ രണ്ടുപേർ. ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സർപ്രൈസ് ചാപ്പു ഈ വണ്ടി കൊടുക്കാനുള്ള കാരണം എന്താ? എൻ്റെ ഉപ്പ മരണപ്പെട്ട് നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയം ഞങ്ങൾക്ക് എൻ്റെ കണ്ണിൽ കാണുകയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ ലക്ഷങ്ങൾ വിലയുള്ള പുള്ളി 2,10,000 കെട്ട് എൻ്റെ കടയിൽ കൊടുക്കുകയാണ്. പുള്ളിക്ക് ഇതെന്നല്ല, ഈ ദുനിയാവിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ വണ്ടി വാങ്ങിച്ചു കൊടുത്താലും നമ്മൾ ഹാപ്പി. ചെറുപ്പകാലത്ത് ആപത്ത് കാലത്ത് അഷ്റഫിനെ സഹായിക്കാനെത്തിയ ജോയേട്ടൻ. അങ്ങനെ അഷ്റഫ് സമ്പത്ത് കാലത്ത് ഒരു ലാൻഡ് ക്രൂയിസർ സമ്മാനമായി ജോയേട്ടന് നൽകുന്നു, അതും അപ്രതീക്ഷിതമായി. സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തൃശ്ശൂർ പെരുമ്പിലാവ് സ്വദേശിയായ അച്ചാപ്പു എന്ന് വിളിക്കുന്ന അഷ്റഫും അതേപോലെ ജോയേട്ടനും. ജോയേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ജോയേട്ടൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് എൻ്റെ ഉപ്പ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ ആരും ചെയ്യാത്തൊരു ഉപകാരം എൻ്റെ വീട്ടിൽ 10,000 2 കെട്ട് പൈസ കൊടുത്തിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ജോയേട്ടൻ. അന്നു മുതൽ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ UAE വന്നു. ഇവിടെ നമ്മൾ ഈ ഫ്രൈസിയാനെന്ന് UAE 7 ബ്രാഞ്ച്, ഖത്തറിലൊരു ബ്രാഞ്ച്, 8 ബ്രാഞ്ച് ഉണ്ട്. ഇതൊക്കെ വളർന്നതിൻ്റെ പിന്നിലും ജോയേട്ടനാണ്. പക്ഷേ പുള്ളി ഇതൊന്നും ചോദിക്കില്ല, അതൊന്നും അറിയില്ല, ഒന്നുമില്ല. പുള്ളിയുടെ സുപ്രഭാതത്തിൽ ഞാൻ പുള്ളിയോട് പറയണേ, പുള്ളിക്ക് 10-25 വർഷം കഴിഞ്ഞിട്ടാണ് മക്കളുണ്ടായത്. ഞാൻ പറഞ്ഞു, ജോയേട്ടാ നിങ്ങൾ ആ കുട്ടികളും കൊണ്ട് ഇവിടെ വരാൻ കുറേ നിർബന്ധിച്ചിട്ട് പുള്ളി എത്ര പറയാനും സമ്മതിക്കില്ല. ഇത് ഏത് കാലത്താണ് തുടങ്ങുന്നത്? അതായത് ഈ ഇങ്ങനെ കുടുംബത്തെ സഹായിക്കുന്നൊക്കെ ഏത് വർഷമാണ്? ഇതൊരു 92 ആ സമയത്തൊക്കെയാണ്. ഞാൻ നാട്ടിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്ക് ഇനിയിപ്പോൾ എന്തിന് ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് അനിയന്മാർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അതൊന്നും ഓർക്കണത് പോലും ഇഷ്ടമല്ല. ജോയേട്ടൻ എന്നാണ് UAE കാണുന്നതും കാണുന്നതൊക്കെ? ജോയേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ആളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവും ഫാമിലിയൊക്കെ ആയിട്ട്. പക്ഷേ ഒരു കൊല്ലമായിട്ടാണ് ഇപ്പോൾ ആളിനെ സ്ഥിരമായിട്ട് നമ്മളോട് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ലൈസൻസ് എടുക്കാൻ തന്നെ ആൾ താല്പര്യമില്ല. ഞങ്ങൾ നിർബന്ധിച്ച് ലൈസൻസ് എടുത്തിട്ടും ആളോടൊരു വണ്ടി എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് പഴയ വണ്ടി. അപ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും അതൊന്നും അനുവദിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇന്ന് ഈ ഒരു നിലക്ക് ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സപ്പോർട്ട് ജോയേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുള്ളിയെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ഞങ്ങൾ ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത്. അതും പുള്ളി അവിടെ നിന്ന് നിശ്ചയിച്ച് മേടിക്കാൻ തയ്യാറായിട്ടൊന്നുമില്ല. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ഇത് ഓടിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്താ. ഈ വണ്ടി ഞാൻ ഓടിക്കില്ലാന്നും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ജോയേട്ടൻ തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശിയാണ് അല്ലെ? കണ്ടശ്ശാങ്കട്. എന്തായിരുന്നു ഈ കുടുംബം ജോയേട്ടൻ എങ്ങനെയായിരുന്നു? ഇത് ഞാൻ അവിടുത്തെ ഒരു മൂത്ത മകൻ്റെ പോലെയാണ് അവര് നമ്മളെ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു അതിനെ കാണുന്നു, അത്ര തന്നെയുള്ളൂ. ഇങ്ങനൊരു സ്നേഹ സമ്മാനമൊക്കെ തന്നപ്പോൾ എന്താ പറയാനുള്ളത്? അത് തീരെ പ്രതീക്ഷിക്കാത്തതും, പിന്നെ ഇത്രയും വലിയൊരു സാധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാട്ടിലും എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ് ഇത്രയും വലിയൊരു അടുപ്പായിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. എല്ലാവരും ഇപ്പോഴും ഇങ്ങനെ വാട്സപ്പിലും ബാക്കിയുള്ള ഇൻസ്റ്റയിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ, അത് ഓരോരുത്തർക്കും ഓരോ ഇതുകളല്ലേ. ഞാനത് ഒരുപാട് ഇപ്പോഴും ഇങ്ങനെ രൂപമായിട്ടില്ല. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല രാത്രി. ഇത് നാട്ടിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ഇടും, ഈ വണ്ടിയുടെ വില അറിയോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തൃശ്ശൂരത്തെ ഓൺ റോഡ് റേറ്റ് ഇത്രയാന്ന് പറഞ്ഞിട്ട് ഇടും. അപ്പോൾ നമ്മുടെ ഉറക്കം പോവും. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ഞാൻ വീണ്ടും അവന് മെസ്സേജ് ഇടും, എനിക്ക് ഉറക്കം കിട്ടുന്നില്ലടാ. ഇതേപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സ്നേഹത്തിന് അതിനേക്കാളും വില ഉണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് താൽക്കാലികം ഞാൻ എടുത്ത് സ്വീകരിച്ചു. ഈ സ്നേഹത്തിന്റെ കഥ അതേപോലെ തന്നെ ഈ സർപ്രൈസിന്റെ കഥയും നാട്ടുകാരെ അറിയിച്ചത് ഷിയാസ് ഭായി ആണ്. കുറേ വർഷമായിട്ടുണ്ട് സിയാനയുടെ ഒപ്പമുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കുടുംബം, അനിയന്മാരും മൂത്ത ജ്യേഷ്ഠനാണിത് ഞങ്ങളുടെ ഇല. അപ്പം ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനൊരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മളുണ്ടാവണമല്ലോ. ഇവിടെ വരുമ്പോൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്ക് ജോയേട്ടാന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ കൊടുക്കാൻ നിൽക്കില്ല. ഫോട്ടോ മാറ്റി ക്യാമറ മാറ്റി ഞാൻ കൊടുക്കാമെന്ന് പറയും. ആ മനുഷ്യനാണിത്. നമ്മൾ മലയാളികൾക്ക് അഭിമാനവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ്. യാസർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.